അസ്സലാമു അലൈക്കും. നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് മുസ്തഫ മൗലവി കൊടുത്തത് നല്ല മുട്ടൻ പണിയാണ്. അത് പറയാം. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ കാണുന്ന ഞാനുണ്ടല്ലോ, അത് ഞാനല്ല. ഞാൻ വേറെ എവിടെയോ ആണ്. എന്നെ കാണാതായി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം എന്നോടുണ്ടോ? എന്നോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് ആർക്കാണെന്നറിയോ? നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തുകാർക്കാണ്. അവരെന്നെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചൊരു പത്രക്കുറിപ്പിറക്കി. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഒരു സുനീർ എന്നൊക്കെ പറയുന്ന ഒരു ചങ്ങാതി കുറേ ആളുകളുടെ വാട്സപ്പിലേക്കൊക്കെ അയച്ചു കൊടുത്തു. പലരോടും IMOയോ ബോട്ടിമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോ എന്ന് അറിയാൻ കഴിഞ്ഞത്. ഫോട്ടോ വിട്ടു കൊടുക്കാനാട്ടോ, അല്ലാതെ റോക്കറ്റ് വിടാനൊന്നുമല്ല. എന്തായാലും അങ്ങനെ എല്ലാവർക്കും വ്യാപകമായി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അയച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്നറിയോ? പേര് ഹാരിസ് മൗലവി, വയസ്സ് 46. അവസാനം കണ്ട തീയതിയും സമയവും മെയ് 1 വൈകുന്നേരം 5 മണി. ഈ പൊട്ടന്മാരോട് മെയ്യൊക്കെ കഴിഞ്ഞ് ഇപ്പം ജൂണായി, ജൂൺ 4 തീയതിയായി. എന്നിട്ടും ഒരു മാസം മുമ്പ് എന്നെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് പത്രക്കുറിപ്പിറക്കാണ്. എന്നിട്ടോ അവസാനം ധരിച്ചിരുന്ന വസ്ത്രം വെള്ളി ജുബ്ബ. വെള്ളി ജുബ്ബ. ഞാനതുകൊണ്ട് വെള്ളി ജുബ്ബയൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇന്ന് ഒരു ഏകദേശം ഒരു ബീജ് കളറ് അതിനോട് യോജിക്കുന്ന ഒരു ജുബ്ബ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇവരെങ്ങാനും ആരെങ്കിലും എന്നെ കണ്ടിട്ട് ഇവരെ വിവരമറിയിച്ചാലോ? അവരാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ കാവിയത്തു സൂഫിയയുടെ ഇമെയിൽ ID യാണ്. എന്നെ ആരെങ്കിലും കണ്ടിട്ട് അവരെ വിവരം അറിയിച്ചാൽ അവർ ഉടനെ എന്നെ പൊക്കിക്കൊണ്ട് പോകും. വേറൊന്നിനും അല്ലട്ടോ, തൗബ ചെയ്യിപ്പിക്കാനാണ്. ഇബ്ലീസിനെ തൗബ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. ഇന്നലെ നമ്മുടെ മുസ്തഫ മൗലവിയെ മടവൂർ കോട്ടയിലേക്ക് തൗബ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയി. ഏതായാലും അയാൾ നല്ല 8ന്റെ പണിയും കൊടുത്തു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് തൗബ ചെയ്യിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു കാവിയത്തു സൂഫിയയുടെ ഇമെയിൽ ID ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും മുസ്തഫ മൗലവിയെ തൗബ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയി. തൗബ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾ മുസ്തഫ മൗലവി എന്ന് പറഞ്ഞാൽ ഹദീസുകളെ, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കുന്ന, ഇസ്ലാമിക വിശ്വാസത്തിലുള്ള പല അടിസ്ഥാന കാര്യങ്ങളെപ്പോലും നിഷേധിക്കുന്ന ഒരു സർവമത സത്യവാദിയാണ്. ഇവരുടെ അടുത്തല്ലേ ചെല്ലുള്ളൂ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ. ഏതായാലും ചെന്ന പാടെ ഒരാളെ തൗബ ചെയ്യിപ്പിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞ് കയ്യോടെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോയി ഇരുത്തിയതാണ്. പക്ഷെ ഇപ്പുറത്തെ ആളുകൾ അതെടുത്ത് ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും തുടങ്ങിയപ്പോൾ നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ മുഖ്യ കോളാമ്പി ഉണ്ടല്ലോ, കുരുവട്ടൂർ നൗഷാദ്, അയാൾ മംഗലാപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ വല്ലാതങ്ങ് ന്യായീകരിക്കാൻ. ന്യായീകരണത്തിലൊന്നും ഒരു രാത്രിയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും സാരമില്ല, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കുഞ്ഞാടുകളെ സമാധാനിപ്പിച്ചില്ലേ. ഇനിയിപ്പോൾ നാളെയല്ലേ, നാളെ വേറെ എന്തെങ്കിലും കളവ് പറയാം. അതിനൊന്നും മടിയില്ലാത്തവരാണല്ലോ. കാരണം ഷെയ്ഖ് ഇബ്ലീസ് അല്ലേ. ഷെയ്ഖ് അങ്ങനെ പലതും തോന്നിപ്പിച്ചു കൊടുക്കും, അതിനനുസരിച്ച് ഇങ്ങനെ തള്ളുകയും ചെയ്യും. എന്തായാലും നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമവും പഠിപ്പിക്കണ്ട, ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. തക്ബീർ ചൊല്ലി പാസ്സാക്കുകയും ചെയ്തു. ഇങ്ങനെ കുറേ പൊട്ടന്മാര്. എന്താണ് ഈ മശായിഖന്മാർ പഠിപ്പിക്കുന്ന നിയമം? ഇബ്ലീസ് തൗബ ചെയ്യും, മുസ്തഫ മൗലവിയെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും. ഇതൊക്കെയാണ് മശായിഖന്മാർ കൊടുക്കുന്ന നിർദ്ദേശം. എന്നും മാത്രമല്ല, മുസ്തഫ മൗലവിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഒരു കിളവൻ കാക്ക പറഞ്ഞത് എന്താണെന്നറിയോ? ആദരവോടുകൂടി വിളിക്കുന്നു എന്നാണ്. വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ്. ആർക്ക്? ഇസ്ലാമിക പ്രമാണങ്ങളെ മുഴുവനും പച്ചയായി ദുർവ്യാഖ്യാനിച്ച ഒരു ചെങ്ങാതിയെ ആദരവോടുകൂടി വിളിക്കുകയാണെന്നാണ്. എന്നിട്ട് ഈ കുരുവട്ടൂർ കോളാമ്പി പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങളെ വിളിച്ചിട്ട് അനുവാദം ചോദിച്ചു വരാൻ. ഞാൻ പറയണ്ട, നൗഷാദ് തന്നെ പറയട്ടെ. അപ്പോ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. വടിത്തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ടാണ് വരാൻ സമ്മതം ചോദിച്ചത്.
എന്നിട്ടോ മൂപ്പർ അത് അവിടെ വെച്ച് തന്നെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ നേതാവ് മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാത്രിയുടെ ആയുസ് ഉണ്ടായിരുന്നു ആ കളവിന്. പിറ്റേ ദിവസമായപ്പോൾ മുസ്തഫ മൗലവി ഇതാ 8ന്റെ പണിയാണ് കൊടുത്തത്. അയാൾ വേറൊരാളുമായിട്ടുള്ള ഇൻ്റർവ്യൂക്കിടയിൽ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഇൻ്റർവ്യൂ ആണ്, അല്ലാതെ വേറൊരു വിഷയത്തിന് വേണ്ടി ഉണ്ടാക്കിയതുമല്ല. നൗഷാദിനിട്ട് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ഇയാൾ അവിടെ പോകാനുള്ള കാരണം എന്താണ്? ഇയാൾ അങ്ങോട്ട് വിളിച്ച് സമ്മതം ചോദിച്ചതാണോ, ഇയാളോട് വരാൻ പറഞ്ഞ് ഇയാളെ ക്ഷണിച്ചതാണോ? അയാൾ തന്നെ പറയട്ടെ. അദ്ദേഹം എന്നെ കുറെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. ഇയാളെ കുറെ ആയിട്ട് വിളിക്കുന്നുണ്ട് മടവൂർ കോട്ടയിലേക്ക്. അങ്ങനെ വിളിച്ചിട്ട് അവസാനം ഇയാൾ പോകാനുണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവോ എന്ന് ചോദിച്ചു. ഏതെങ്കിലുമൊക്കെ ഇബിലീസ് വേണ്ടേ ഒന്ന് കൂടെ നിൽക്കാൻ, അതിനു വേണ്ടിയിട്ട് ഇയാളെ നിർബന്ധിച്ച് പിടിച്ചോണ്ട് പോയതാണ്. ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ ന്യായീകരണ കോളാമ്പി എന്നിട്ട് പറയാണ് അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് സമ്മതം ചോദിച്ചിട്ട് അതിനനുവദിച്ചതാണ് എന്നൊക്കെയാണ്. ഇങ്ങനെ ഒരു കളവ് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്തൊരു മനുഷ്യൻ പച്ച നോണ സത്യം പോലെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. എന്താ ചെയ്യുക? എന്നിട്ടോ ഇയാൾ പറയാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുസ്തഫ മൗലവിയെ മുമ്പിലിരുത്തിയിട്ട് നമ്മുടെ വടിത്തങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും കിറ് അവൻ്റെ ഒരു കിറുകിറ് കേട്ടു നോക്ക്. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോൾ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖുൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണം കേട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയണ കുറ്റമുണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്ലിസിലിരിക്കണം. അത് വേറൊരു കോമഡിയാണ്. എല്ലാവരും കിടന്ന് ഇങ്ങനെ തുള്ളുക, ഗ്യാസ് കയറിയിട്ട് തുള്ളണ പോലെ. അപ്പം ഈ സാധു എന്തോ വന്നു കുടുങ്ങി. എന്നിട്ട് ആ സാധു ഇങ്ങനെ അയാളുടെ കൈ മറ്റേ സമത് പിടിക്കുന്നുണ്ട്, സമത് ഇങ്ങനെ ടാട്ടുന്നുണ്ട്. ഈ സാധു അങ്ങനെ അനങ്ങാതെ നിൽക്കാൻ പെട്ടുപോയൊരവസ്ഥ ഉണ്ടല്ലോ. എന്തായാലും എന്താ ഈ നൗഷാദ് ഇപ്പോൾ പറഞ്ഞത്? തങ്ങൾ മുമ്പിലിരുത്തിയിട്ട് ഇന്നത് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ ഹദീസ് വിശ്വസിക്കണോട്ടോ, ഇല്ലെങ്കിൽ കാഫിർ ആകണട്ടോ എന്നൊക്കെ പറഞ്ഞെന്ന്. ഏത് തങ്ങൾ? ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് പറയുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കണ തങ്ങളെ. ഇതൊന്നും എൻ്റെ വകയല്ല കേട്ടോ. മുസ്തഫ മൗലവി പണി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നല്ല 8ന്റെ പണിയാണ് 16 രൂപത്തിൽ കൊടുക്കുന്നത്. യഹ്യൽ ബുഖാരി തങ്ങൾ എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നത്. ഈ മുസ്തഫ മൗലവിയെ യഹ്യൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഈ വടിത്തങ്ങൾ മൂപ്പർ അറിയണത് തന്നെ ഇയാളുടെ പ്രസംഗം കേട്ടിട്ടാണ്. ഇയാളുടെ പ്രസംഗമാണെങ്കിലോ ഒരു ചേകന്നൂരിൻ്റെ വേറൊരു പുതിയ വേർഷൻ. ഇയാളുടെ പ്രസംഗം കേട്ടു അത്രേ നമ്മുടെ മടവൂർ കോട്ടയിലെ തങ്ങൾ. കേട്ടു എന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് കേൾക്കാൻ പറയുകയും ചെയ്തു എന്നാണ് മുസ്തഫ മൗലവി പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകളോട് പലരോടും എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ കേട്ടിട്ടുണ്ട് എന്നാ പറയണത്. മറ്റേ തങ്ങൾ ഇയാളുടെ പ്രസംഗം കേൾക്കണമെന്ന് മറ്റു പലരോടും പറയാറുണ്ട് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ ഹദീസ് വിശ്വസിക്കണോട്ടോ, ഇല്ലെങ്കിൽ കാഫിറാകൂട്ടോ, നിങ്ങൾ പറയുന്ന ഓരോ ഹദീസുകളും കൃത്യമായിട്ട് തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു എന്ന പച്ച നോണ ഒരു ഉളുപ്പുമില്ലാതെ ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരൻ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നായി പറയുന്നതേ. എന്നാൽ വസ്തുത എന്താണെന്ന് മുസ്തഫ മൗലവി വിശദീകരിച്ചു കൊടുക്കാൻ. എന്നിട്ട് നൗഷാദ് പറയാണ് തങ്ങളുടെ അടുത്ത് വന്നാൽ തങ്ങളെ അംഗീകരിച്ചു കൊണ്ടുവരണം. പക്ഷെ എങ്ങനെ വരണം? അവരെ അംഗീകരിച്ചു കൊണ്ടുവരണം. ഇതിപ്പോ ഈ മുസ്തഫ മൗലവിയുടെ വിഷയത്തിലാണ് ഈ പറയണത് മുഴുവനും. എന്നാൽ മുസ്തഫ മൗലവി പറയണതോ ഒരാളെ കാണാൻ പോയി 2 പേര് സംസാരിച്ചു എന്നതുകൊണ്ട് അയാളുടെ ആളായി എന്നൊക്കെ പറയാൻ പറ്റുമെന്നാണ്. 2 ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോഴേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ആളായെന്നോ അദ്ദേഹം എൻ്റെ ആളായെന്നോ ഞങ്ങൾ പരസ്പരം ചേർന്നു എന്നോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഒരു ബുദ്ധിക്കുറവിന്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറയിപ്പിച്ചു,
കൂടെ ഇരുത്തി കുറേ നേരം വലിയ കിന്നാരവും പുന്നാരവും സ്നേഹവും ആദരവോടുകൂടി പ്രസംഗിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്ത മുസ്തഫ മൗലവിയെ കൊണ്ട് വരെ പറയിപ്പിച്ചു. ബുദ്ധിക്കുറവിൻ്റെ ലക്ഷണമാണെന്ന്. നൗഷാദിന് അന്തമില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്കൊക്കെ പണ്ടേ അറിയാം. ഞങ്ങളത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ മുസ്തഫ മൗലവിയെ കൊണ്ട് വരെ പറയിപ്പിച്ചില്ലേ? എന്തിൻ്റെ കേടാ നൗഷാദെ നിനക്ക്? മുസ്തഫ മൗലവി പറയാൻ രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴേക്കും അയാൾ എൻ്റെ ആളായി, ഞാൻ അയാളുടെ ആളായി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു എന്നൊക്കെ പറയണത് ബുദ്ധിക്കുറവിൻ്റെ ലക്ഷണമാണല്ല. എന്നിട്ട് ഈ വടിത്തങ്ങൾ ഇയാളെ വിളിച്ച് റൂമിൽ കയറ്റി കൃത്യമായിട്ട് ഹദീസൊക്കെ പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. ആ തങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മുസ്തഫ മൗലവി തന്നെ പറയട്ടെ. ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അകമ്പൊരുളിന്റെ കാഴ്ചപ്പാടുകളോട് 100% യോജിക്കുന്നതാണ്. അകമ്പൊരുൾ എന്ന് പറഞ്ഞാൽ ഇയാള് ഖുർആനിനൊരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഇയാളുടെ യുക്തിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം, അതാണ് ഈ അകമ്പൊരുൾ എന്ന് പറയുന്നത്. അതിനോട് യോജിച്ചു കൊണ്ട് നിൽക്കുന്ന ചിന്തയാണ് നേരത്തെ പറഞ്ഞ ആ തങ്ങളുടെ ചിന്തയെന്ന് ഇയാൾ തന്നെ പറയാൻ. ഇനി അകമ്പൊരുളിൻ്റെയും തങ്ങളുടെയും ആ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആദർശം എന്താണ്? പ്രത്യേകിച്ച് മുആവിയ, യസീദ് മുതലായിട്ടുള്ള രാജാക്കന്മാർ ഇസ്ലാമിക ഖിലാഫത്തിനെ അട്ടിമറിച്ചതും. ഈ കള്ളത്തൊലീക്കത്തുകാർക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ വലിയ വെറുപ്പുണ്ട്. അത് പല കള്ളത്തൊലീക്കത്തുകാരും പറയാറുണ്ട്. നൗഷാദിന് അതാണോ വിശ്വാസം എന്നെനിക്കറിയില്ല. എന്തോ ആകട്ടെ, നൗഷാദ് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇബ്ലീസ് ത്വരീക്കത്തിൻ്റെ ചർച്ച ഏകദേശം ഇബ്ലീസിനെ തൗബ ചെയ്യിപ്പിക്കാൻ നടന്നത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ, സുഖമില്ലാതിരിക്കുകയാണ്, എന്തായാലും പറ്റുവാണെങ്കിൽ നാളെ തന്നെ അതിൽ അവസാനമായിട്ടൊരു വീഡിയോ ഇറക്കണം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സംവാദത്തിനൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആഫിയത്ത് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ ഇറക്കാം. എന്തായാലും അവിടെ പോയപ്പോൾ അവിചാരിതമായി നമ്മുടെ നൗഷാദിനെ കണ്ട് ആ കാഴ്ചയെക്കുറിച്ച് മുസ്തഫ മൗലവി പറയണ നമുക്ക്. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടത്. കണ്ടപ്പോൾ വളരെ നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. സ്വാഭാവികമാണല്ലോ മനുഷ്യൻ. സ്വാഭാവികമാണ്. നിങ്ങളൊക്കെ ആയിട്ട് നൗഷാദിനെ പോലെയുള്ളവർക്ക് നല്ല സൗഹൃദം ഉണ്ടാവും, വളരെ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികം, ഞങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടോ ഇയാൾ പറയാൻ അവരവരുടെ മാന്യത കൊണ്ട് എന്നെ വിളിച്ചു, അതിനകത്ത് ഇപ്പം എന്താ വിമർശിക്കാനുള്ളത് എന്നാ? അവരുടെ മാന്യത അനുസരിച്ച് അവർ ഒരു സദസ്സിൽ ഞാൻ വന്നപ്പോൾ എന്നെ ക്ഷണിക്കുന്നു. അതിലെന്താണ് വിമർശിക്കാൻ മാത്രമുള്ളത്? അതിലെന്താ വിമർശിക്കാനുള്ളത് എന്ന? നിങ്ങൾ എന്താണ് ഈ വെള്ളിയാഴ്ച ഖുത്തുബ എന്ന് പറഞ്ഞിട്ട് മിമ്പറിൽ കയറി നിന്ന് പറയാറുള്ളത്? നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എഴുതി പഠിപ്പിക്കാറുള്ളത്? ആ ആദർശവുമായിട്ടൊരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ആദരവോടുകൂടി സ്വീകരിക്കുമ്പോൾ, അവർ നിങ്ങളെ കൂടെ ഇരുത്തുമ്പോൾ, അവർ നിങ്ങൾക്ക് തിന്നാൻ തരുമ്പോൾ, നേരത്തെ നൗഷാദ് വളരെ സൗഹൃദപരമായി ഇടപെട്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ പെരുമാറുമ്പോൾ വിശ്വാസികൾക്കതിൽ വിമർശനമുണ്ടാകും. വിശ്വാസികൾ അതിനെ ചോദ്യം ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് എന്ന് ചോദിക്കും. അതിന് മുസ്തഫ മൗലവി പറയുന്നത് നൗഷാദിനെ അടിക്കാനുള്ളൊരു വടിയായിട്ടാണെന്നാണ്. അതായത് നൗഷാദ് ഹസനിയെ അടിക്കാനുള്ള വടി തെരഞ്ഞെടുക്കുകയാണ് ഈ കൂട്ടരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എന്തിനാ മൗലവി തിരഞ്ഞെടുക്കണത്? അയാൾ ദിനം പ്രതി തന്നെ കൊണ്ടുവന്ന് തരുമല്ലേ, ഓരോന്നായിട്ട്. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ കൊണ്ടു കിടക്കുന്നത്. ഇനി ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? എന്നു മാത്രമല്ല, ഇതേപോലെയുള്ള ആളുകളോടൊപ്പം ഇരിക്കരുത്, അല്ലെങ്കിൽ ബിദ്അത്തുകാരോട് സഹകരിക്കരുത് എന്നൊക്കെ തൊണ്ട പൊട്ടണ വച്ചത്തി പ്രസംഗിച്ച ഒരുത്തനാണായിരിക്കണം നൗഷാദ്. നിങ്ങൾക്കറിയോ കഥ വല്ലതും? ഇവിടെ NRC CAA പോലെയുള്ള ഒരു നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായില്ലേ രാജ്യവ്യാപകമായി? നമ്മുടെ എറണാകുളത്ത് വെച്ച് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിന്ന് ആ ബില്ലിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കൂടാതിരുന്ന ഒരേ ഒരു വർഗം അത് ഈ കുരുവട്ടൂരികളാണ്. അല്ലെങ്കിൽ അതേപോലെയുള്ള ചില ടീമുകൾ, വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർ കൂടിയില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് ഈ മുസ്ലിം സംഘടനകളൊക്കെ ഒരുമിച്ചതിനെതിരെ പ്രസംഗിച്ചു, എഴുതി, നാട് നീളെ പറഞ്ഞു നടന്നു ഒരു പൊതു കാര്യത്തിന് ഒരുമിച്ചതിൻ്റെ പേരിൽ. എന്നിട്ടാണ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം. വിശ്വസിക്കുക മാത്രമല്ല, അവർക്ക് മഹബ്ബത്തുണ്ട്. ആരോട്? അല്ലാഹുവിനോട്. ആ മഹബ്ബത്തല്ലേ ഇവിടെ പ്രധാനം. മഹബ്ബത്തു റസൂലില്ലാഹ്. ആ മഹബ്ബത്തുള്ള ഒരാൾക്ക് യുവാത്തൂന മൻ ഹദ്ദല്ലാഹ് വ റസൂല,
അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന, അവരോട് വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളെ മഹബത്ത് വെക്കാൻ കഴിയില്ല. ആ മഹബത്ത് വെക്കാൻ കഴിയില്ല എന്നൊക്കെ നീട്ടി പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ഈ നൗഷാദേ. മുസ്തഫ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, ആ ദീനിലെ വിശ്വാസങ്ങൾക്കെതിരെ എന്തെല്ലാം പറഞ്ഞു നടക്കുന്ന ആളാണ്. അയാളോടാണ് മഹബത്ത് കാണിച്ചത്, അയാളെയാണ് വിളിച്ച് കൂടെ ഇരുത്തിയത് എന്ന് മാത്രമല്ല നൗഷാദ് ഒരുപാട് പറയുന്നുണ്ട്. ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിക്കാം. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ തുജാലിസൂ അഹ്ലൽ ഖദരി, അഹ്ലുൽ ഖദറിന്റെ കൂടെ നിങ്ങൾ കൂടിയിരിക്കാൻ പാടില്ല. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം, ഹദീസിന്റെ വിശദീകരണം? മിർഖാത്തിൽ എഴുതുകയാണ് മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ, ഫഇന്നൽ മുജാലസത വനഹ്വഹാ മിനൽ മുമാശാതി മിൻ അലാമാതിൽ മഹബ്ബ. ഒരാൾ മറ്റൊരാളുടെ കൂടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ, അവരെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, അവരോട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് അവരോട് മഹബത്തുണ്ട് എന്നതിന്റെ അടയാളമാണ്. കൂടെ ഇരുന്നാൽ, ബന്ധം പുലർത്തിയാൽ അവരോട് മഹബത്തുള്ളതിൻ്റെ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ ഇറക്കിയ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ആ പറഞ്ഞ വിഷയത്തിൽ ഇത് മിർക്കാത്തൊക്കെ വായിച്ചിട്ട് ലാസ്റ്റ് അണ്ടോണ ഉസ്താദിൻ്റെ പ്രസംഗം ഞാനത് വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞ് അന്ന് മുങ്ങിയതാണ് ഈ ചെങ്ങാതി. ഇയാളാണ് നിങ്ങളെ ഒപ്പം കൂട്ടിയിരുത്തണതേ. അപ്പോൾ പിന്നെ അടിക്കാൻ ഞങ്ങൾ വടി അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? മുസ്തഫ മൗലവി, നിങ്ങൾക്ക് സത്യത്തിൽ ഇയാളെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇതേതാ എനോന്ന് നിങ്ങൾക്കറിയോ? ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്ന, ഇന്നലെ കളവ് പറയാനും ഇന്ന് കളവ് പറയാനും നാളെ കളവ് പറയാനും ഒരു ഉളുപ്പുമില്ലാത്തൊരു സാധനമാണത്. ഇബ്ലീസിനെ തൗബ ചെയ്യിപ്പിക്കാൻ നടക്കുന്ന സാധനമാണത്. എന്നിട്ട് മുസ്തഫ മൗലവി പറയാണ് സൂഫിസം അകമ്പൊരുളും രണ്ടും ഒന്നാണെന്ന് പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ ഒരു സ്വഭാവം കൂടി പറയുന്നുണ്ട്. സൂഫി കേന്ദ്രങ്ങൾ പറയുന്ന ഒരു ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം, അത് വളരെ പതുക്കെയായിരിക്കാം, നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. ഈ പറയപ്പെട്ട സൂഫികൾ അവർ വളരെ പതുക്കെ ആധ്യാത്മികതയുടെ വഴിയിലൂടെ വളരെ പതുക്കെ പറയുന്ന ആളുകളാണെന്നാണ്. കുറേ ക്ലിപ്പുണ്ട്, ഒരു 2 ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. ഞങ്ങൾ നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഈ ചങ്ങാതി ആ കുർവാ സംഘത്തിലെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണ ചങ്ങാതിയാണ്. മറ്റേ അൻസാരി സുഹരിക്കെതിരെ എടാ സുഹരി എന്നൊക്കെ പറഞ്ഞ് അണ്ണാക്കി കീറിയ ചങ്ങാതിയാണ്. വളരെ പതുക്കെ പറയണ, ആധ്യാത്മിക മാർഗത്തിൽ വളരെ പതുക്കെ പറയണ ആളുകളാണ്. ഇയാൾ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയതാണെങ്കിൽ വേറൊരാൾ അടിത്തറ പൊളിക്കാൻ വരുന്നുണ്ട്. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും. മഹാണ ഇങ്ങനെ കുറെ മൊയന്തുകൾ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്.